ഹലോ എവ്രിബഡി, വെൽക്കം ടു ഡോട്ട്സ് അക്കാഡമി. ഡോട്ട്സ് അക്കാഡമിയിൽ ഈ സെഷനിൽ നമ്മൾ 10 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 2024 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസും അതിനോട് അനുബന്ധിച്ചുള്ള ഡീറ്റെയിൽസും ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് പ്ലേസ് ഇൻ അരുണാചൽ പ്രദേശ് ഇസ് കണക്റ്റഡ് ബൈ ദ സേലാർ ടണൽ ടു തെസ്പൂർ, ആസാം? അതായത് സേലാർ ടണൽ കണക്ട് ചെയ്യുന്നത് എവിടെയാണ്? തേസ്പൂറിലേക്കാണ്, ആസാമിന്റെ തേസ്പൂറിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ അരുണാചൽ പ്രദേശിലെ ഏതോ ഒരു സ്ഥലവുമായിട്ടാണ് കണക്ട് ചെയ്യുന്നതെന്നാണ്. അപ്പൊ അരുണാചൽ പ്രദേശിലെ ഏത് സ്ഥലവുമായിട്ടാണ് സേലാർ ടണൽ കണക്ട് ചെയ്യുന്നതെന്നാണ് ചോദ്യം. എന്താണ് ഉത്തരം എന്ന് നമുക്ക് നോക്കിയാലോ. ആൻസർ എന്താണ്? തവാങ്. സോ തവാങ്ങും അതേപോലെ തന്നെ തെസ്പൂറുമായിട്ടാണ് കണക്ട് ആവുന്നത്. തവാങ് ആൻഡ് തേസ്പൂർ. സോ തവാങ് ഇസ് ഇൻ അരുണാചൽ പ്രദേശ് ആൻഡ് തേസ്പൂർ ഇസ് ഇൻ ആസാം. So additional points ശ്രദ്ധിക്കുക. The tunnel will cut down the travel time between തേസ്പൂർ ഓർക്കുക ആസാമിലാണ്, ആൻഡ് തവാങ് ഈസ് ഇൻ അരുണാചൽ പ്രദേശ് ബൈ ഓവർ ആൻ അവർ. സോ 1 മണിക്കൂർ ദൈർഘ്യം കുറയും എന്നാണ് പറയുന്നത്. സോ ഇറ്റ് വിൽ ബി ലെസ് 1 hour ടോട്ടൽ എടുക്കുന്നതിനേക്കാളും 1 മണിക്കൂർ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. നോർത്ത് ഇന്ത്യസ് ഫസ്റ്റ് ഗവൺമെന്റ് ഹോമിയോപ്പതിക് കോളേജ് ഈസ് ഗോയിങ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. സോ നോർത്ത് ഇന്ത്യയുടെ ആദ്യത്തെ ഗവൺമെന്റ് ഹോമിയോപ്പതിക് കോളേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ഗവൺമെന്റ് ഹോമിയോപ്പതിക് കോളേജ് എവിടെയാണ് വരുന്നത്? കട്ടുവ ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. സോ ജമ്മു ആൻഡ് കാശ്മീർ, കട്ടുവ ജമ്മു ആൻഡ് കാശ്മീരിലാണ് നോർത്ത് ഇന്ത്യയുടെ ആദ്യത്തെ ഗവൺമെന്റ് ഹോമിയോപ്പതിക് കോളേജ് സ്ഥാപിക്കപ്പെടാൻ പോകുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ഒറാൻസ് ലാൻഡ് റീസെന്റ് സീൻ ഇൻ ന്യൂസ് ആ ട്രഡീഷണൽ സീക്രട്ട് ഗ്രോവ്സ് ഫൗണ്ട് ഇൻ. സോ ഒറാൻസ് ലാൻഡ് എന്നാണ് പറയുന്നത്. ഒറാൻസ് എന്ന് പറയുന്ന ഈ ഒരു ഭൂമി, ഈ ഒരു ലാൻഡ്, അതൊരു ട്രഡീഷണൽ സീക്രട്ട് ഗ്രൂവ് ആണ്. സീക്രട്ട് ഗ്രൂവ് എന്ന് പറയുന്നത് നമ്മുടെ കാവുകൾ പോലെയുള്ള ഒരു സ്ഥലമാണ് സീക്രട്ട് ഗ്രൂവ് എന്ന് പറയുന്നത്. സോ ഇത് ഒരു സീക്രട്ട് ഗ്രൂവ് ആണ്, കാവുകൾ പോലെ ഇരിക്കുന്ന സ്ഥലമാണ്. പക്ഷെ ഈ പേരിൽ അറിയപ്പെടുന്നത് ഏത് സ്ഥലത്താണെന്നാണ് ചോദ്യം. ഏതാണ് സ്ഥലം? ഒറാൻസ് ലാൻഡ് എന്ന് പറയുന്നത് രാജസ്ഥാനിലാണ് അതിനെ ഈ പേരിട്ട് വിളിക്കുന്നത്, ഒറാൻസ് ലാൻഡ്. ഓക്കെ, ദ ഒറാൻസ് ആർ അമംഗ് ദ ലാസ്റ്റ് നാച്ചുറൽ ഹാബിറ്ററ്റ്സ് ഓഫ് ദി ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റേർഡ്. സോ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റേർഡ് എന്ന് പറയുന്ന ബേർഡിന്റെ ലാസ്റ്റ് നാച്ചുറൽ ഹാബിറ്റ് ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്, ഒറാൻസ് ലാൻഡ്. അതുകൊണ്ട് തന്നെ ഇത് പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, നെയിം ദ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഇൻഡെലിബിൾ ഇങ്ക് ഇൻ സ്പെഷ്യൽ purple color ink. Indelible ink, which is a special purple color ink used to mark voters during election to prevent duplicate voting. So നമ്മുടെ കയ്യിലൊക്കെ കുത്തുന്ന ആ കളർ ഇങ്ക്, ആ സ്പെഷ്യൽ പർപ്പിൾ കളർ ഇങ്ക്, ആ ഇൻഡെലിബിൾ ഇങ്ക് ആണ്. ഇൻഡെലിബിൾ എന്ന് പറഞ്ഞാൽ മായ്ക്കാൻ പറ്റാത്തത്, ദാറ്റ് വിച്ച് കനോട്ട് ബി ഇറേസ്ഡ്, അതാണ് ഇൻഡെലിബിൾ ഇങ്ക് എന്ന് പറയുന്നത്. സോ ഡ്യൂപ്ലിക്കേഷൻ, വോട്ടിംഗിൽ ഡ്യൂപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യുന്ന ഇൻഡെലിബിൾ ഇങ്ക് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം വരുന്നത്. ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മൈസൂർ പെയിൻറ്റ്സ് ആൻഡ് വാർണിഷ് ലിമിറ്റഡ് ആണ് ഈ ഇൻഡെലിബിൾ ഇങ്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻഡെലിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കുക, ദാറ്റ് വിച്ച് കനോട്ട് ബി ഇറേസ്ഡ്. സോ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണ് കളർ? പേർപ്പിൾ കളറാണ്. ഇറ്റ്സ് എ സ്പെഷ്യൽ പേർപ്പിൾ കളർ ഇങ്ക്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ ചോദ്യം എന്താണ്? നെയിം ദ സിറ്റി അറ്റ് വിച്ച് ഇന്ത്യസ് ഫസ്റ്റ് ഫ്യൂച്ചർ ലാബ്സ് സെന്റർ ഈസ് ലൊക്കേറ്റഡ്. ഫസ്റ്റ് ഫ്യൂച്ചർ ലാബ്സ് സെന്റർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇന്ത്യയുടെ ആദ്യത്തെ ഫ്യൂച്ചർ ലാബ്സ് സെന്റർ എവിടെയാണത്? ട്രിവാൻഡ്രത്താണ് ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടത്. ആൻഡ് അഡീഷണൽ പോയിന്റ്സ് നോക്കുക. ഇന്ത്യസ് ഫസ്റ്റ് ഫ്യൂച്ചർ ലാബ്സ് സെന്റർ ഈസ് ഇൻ സീഡാക്, തിരുവനന്തപുരം. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? നെക്സ്റ്റ് ജനറേഷൻ ചിപ്പ് ഡിസൈൻ, മാനുഫാക്ചറിങ്, അതേപോലെ തന്നെ റിസർച്ച് ആണ് ഫ്യൂച്ചർ ലാബ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ. ടാറ്റ പവർ സോളാർ സിസ്റ്റംസ് ലിമിറ്റഡ് ഹാസ് കംപ്ലീറ്റഡ് ഇന്ത്യസ് ലാർജസ്റ്റ് സോളാർ ആൻഡ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് പ്രോജക്ട് ഇൻ. സോ ടാറ്റ പവർ സോളാർ സിസ്റ്റം ലിമിറ്റഡ് എന്താ കൊണ്ടുവന്നിരിക്കുന്നത്, കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്? ഇന്ത്യയുടെ ലാർജസ്റ്റ് സോളാർ ആൻഡ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ആണ്. അപ്പം ഈ സോളാർ ആൻഡ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എവിടെയാണെന്നാണ്, പ്രോജക്റ്റ് എവിടെയാണെന്നുള്ളതാണ്. ഏതാണ് സ്ഥലം? രാജ്നന്ദ്ഗാവ്, ഛത്തീസ്ഗഡ്. സോ രാജ്നന്ദ്ഗാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഈ പറയുന്ന സോളാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോജക്റ്റ് വരുന്നത്. ഓക്കെ, ആൻഡ് ടാറ്റയാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്, ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഓർത്ത് വയ്ക്കുക, കാരണം നമുക്ക് പെട്ടെന്നൊന്നും തന്നെ ഇത് ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസർ അല്ല. ഛത്തീസ്ഗഡ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ആൻസറാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പഠിച്ചു വെക്കുക.
സെവൻത് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ഡിക്ലറേഷൻ ദാറ്റ് ദി ഹെൽത്ത് മിനിസ്റ്റർ ഓഫ് 11 ആഫ്രിക്കൻ നേഷൻസ് മെയ്ഡ് പ്ലജിങ് ടു ഇറാഡിക്കേറ്റ് മലേറിയൽ ഡെത്ത്സ്. സോ മലേറിയ ഡെത്ത്സ് ഇറാഡിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു പ്ലഡ്ജ് എടുത്തത് 11 ആഫ്രിക്കൻ നേഷൻസിലെ ഹെൽത്ത് മിനിസ്റ്റേഴ്സ് ആണ്. സോ ആ ഡിക്ലറേഷൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. നമുക്ക് ചോദ്യം അതാകാം, ഡിക്ലറേഷൻ്റെ പേരാകാം, എത്ര നേഷൻസിൻ്റെ ഏത് നേഷൻസ് ഒക്കെ ആണെന്ന് ചോദിക്കാം, ആഫ്രിക്കൻ നേഷൻസ് ആണ്, എത്ര നേഷൻസ് എന്ന് ചോദിക്കാം, വാട്ട് ഈസ് ഇറ്റ് അബൌട്ട് എന്ന് ചോദിക്കാം. ഇറാഡിക്കേഷൻ ഓഫ് മലേറിയൽ ഡെത്ത്സ് ആണ്. സോ ഡിക്ലറേഷൻ്റെ പേരെന്താണ്? യാവുണ്ടേ ഡിക്ലറേഷൻ ആണ്. യാവുണ്ടേ ഡിക്ലറേഷൻ ആണ് മലേറിയൽ ഡെത്ത്സ് ഇറാഡിക്കേറ്റ് ചെയ്യാനുള്ള ഡിക്ലറേഷൻ. യാവുണ്ടേ എന്ന് പറയുന്നത് ഓർക്കുക, ദാറ്റ് ഈസ് ഇൻ ക്യാമറൂൺ, ക്യാപിറ്റൽ ഓഫ് ക്യാമറൂൺ. ക്യാമറൂൺ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ക്യാപിറ്റലാണ് യാവുണ്ടേ. ഓക്കെ. Eighth question. In which country scorpion species with 8 eyes and 8 legs was discovered? So scorpion species-ന് എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? 8 ഐസും ഉണ്ട്, 8 ലെഗ്സും ഉണ്ട്. ഒരു പ്രത്യേകതര സ്പീഷീസിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എവിടെയാണെന്നാണ് ചോദ്യം. സോ ദാറ്റ് ഇസ് ഇൻ തായ്ലൻഡ്. തായ്ലൻഡിലാണ് ഇങ്ങനെ ഒരു സ്കോർപ്പിയൻ സ്പീഷീസിനെ കണ്ടെത്തിയിരിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഡിസ്കവേർഡ് ഡ്യൂറിങ് എ വൈൽഡ് ലൈഫ് എക്സ്പെഡീഷൻ. വൈൽഡ് ലൈഫ് എക്സ്പെഡീഷന് പോകുമ്പോഴാണ്, കേങ് പ്രാഷൻ നാഷണൽ പാർക്കിൽ പോയപ്പോഴാണ് ഇങ്ങനൊരു സംഭവം, ഇങ്ങനെയൊരു സ്കോർപ്പിയൻ സ്പീഷീസിനെ കണ്ടെത്തിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ന്യൂ സ്പീഷീസ് ഓഫ് ആനക്കോണ്ട ഡിസ്കവേർഡ് ഇൻ ഇക്വഡോർസ് റെയിൻ ഫോറസ്റ്റ്. സോ ന്യൂ സ്പീഷീസ് ഓഫ് ആനക്കോണ്ട ഡിസ്കവർ ചെയ്തിട്ടുണ്ട് ഇക്വഡോർസിൻ്റെ റെയിൻ ഫോറസ്റ്റിൽ. ആ പുതിയ സ്പീഷീസിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. നമ്മൾ നേരത്തെ കണ്ടത് സ്കോർപ്പിയൻ സ്പീഷീസ് ആണ്, ഇത് ആനക്കോണ്ട സ്പീഷീസ് ആണ്. ഏതാത്? യൂനെക്ടസ് അക്കിയാമ എന്നാണ് ഇതിൻ്റെ പേര്. പുതിയ സ്പീഷീസ് ഓഫ് ആനക്കോണ്ട. ഇതൊരു പച്ച കളറിലെ ആനക്കോണ്ടയാണ്. ഇറ്റ്സ് എൻ ഇനോമസ് ഗ്രീൻ ആനക്കോണ്ട. ഓക്കെ, ഇനോമസ് ഗ്രീൻ കളറാണ്. സോ യുനെക്ടസ് അക്കിയാമയാണ് പുതിയ സ്പീഷീസ്. എവിടെയാണ് കണ്ടുപിടിച്ചത്? ഇക്വഡോർ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ വേൾഡ്സ് ഫസ്റ്റ് ലാർജ് സ്കെയിൽ മെക്കനൈസ്ഡ് ട്രോപ്പിക്കൽ സീവീഡ് ഫാം ഓഫ് ദ കോസ്റ്റ് ഓഫ്. സോ വേൾഡിലെ തന്നെ ഫസ്റ്റ് ലാർജ് സ്കെയിൽ മെക്കനൈസ്ഡ് ട്രോപ്പിക്കൽ സീവീഡാണ്. അപ്പം സീവീഡ് ഫാമാണ്. അപ്പോൾ സീവീഡിൻ്റെ ഒരു ഫാം, മെക്കനൈസ്ഡ് ഫാമാണ്, ലാർജ് സ്കെയിലാണ്, ലോകത്തെ തന്നെ ആദ്യത്തേതാണ്. ഇതെവിടെയാണ്? ഏത് കോസ്റ്റ് ഓഫ് എവിടെയാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇറ്റ്സ് ഓഫ് ദി കോസ്റ്റ് ഓഫ് ലംബോക്ക് എന്ന് പറയുന്ന ഇന്തോനേഷ്യയിലെ ഒരു സ്ഥലത്താണ് ഇങ്ങനെ ഒരു മെക്കനൈസ്ഡ് ട്രോപ്പിക്കൽ സീവീഡിൻ്റെ ലാർജ് സ്കെയിൽ ഫാം ആദ്യമായിട്ട് ലോകത്ത് തുടങ്ങിയത്. ഇതിന് പോയിന്റ്സ് ശ്രദ്ധിക്കുക, കാരണം ഇന്ത്യൻ സീവീഡ് പ്രൊഡ്യൂസറാണ് ഇതിൻ്റെ പുറകിലുള്ളത്. ഏതാണത്? C6 എനർജി എന്ന് പറയുന്ന ഇന്ത്യൻ സീവീഡ് പ്രൊഡ്യൂസർ. They have established this first large scale mechanized tropical seaweed farm in Lombok, Indonesia. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 10 ക്വസ്റ്റ്യൻസ്. വീണ്ടും ഒരു സെറ്റ് ഓഫ് 10 ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സുമായിട്ട് നമ്മൾ കാണുന്നതായിരിക്കും. ഓക്കെ.